ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ കരുണയുടെ നൊവേനയിലേക്ക്, ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ കൃപയിൽ ഈ 8ാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഒപ്പം തന്നെ ഈ 8ാം ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗമായിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് ഈ ആരാധനയിൽ, ഈ നൊവേനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണം മൂലം വാങ്ങിപ്പോയ എല്ലാ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ആരെങ്കിലുമൊക്കെ ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസം പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ത്യാഗത്തോടെ മുട്ടിന്മേലായിരിക്കാം, കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഏറ്റവും സ്നേഹത്തോടെ നമ്മളെ ഒത്തിരിയധികം സ്നേഹിക്കുന്ന, നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമ്മൾ ജനിക്കുമ്പോഴും ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും നമ്മൾ സങ്കടത്തിലായിരിക്കുമ്പോഴും സന്തോഷത്തിലായിരിക്കുമ്പോഴും എന്നും നമ്മുടെ കൂടെ ആയിരിക്കുന്ന ആ ഈശോയുടെ വലിയ സ്നേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കാലത്തോട് ചേർന്ന് സർവശക്തനും സ്നേഹനിധിയുമായ കർത്താവിനെ നമുക്ക് നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ പൊൻകരം നീട്ടിപ്പിടിച്ചു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ചേറ്റിൽ കിടന്നതാമെന്നെ പൊൻകരം നീട്ടിപ്പിടിച്ചു. ഈശോയെ, ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടു. ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടു. ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടു. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. തൂയരേ തൂയവേ തൂയരേ തൂയവേ വറ്റാത്ത ഉറവേ തേനിലും മധുരമേ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ നെഞ്ചോട് ചേർത്ത് സ്നേഹമേ നിത്യ ദൈവമേ സ്നേഹമേ നിത്യ ദൈവമേ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ പൊൻകരം നീട്ടിപ്പിടിച്ചു. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കർത്താവിന്റെ വലിയ കരുണയെ, അവിടുത്തെ വലിയ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്
കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഹൃദയം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. കരങ്ങൾ വീശിക്കൊണ്ട് പാടി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിയോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ കരുണയുടെ കവാടത്തിങ്കിലാണ് നമ്മൾ. അവിടുത്തെ കരുണയെ നമ്മൾ കാണുകയാണ്. ഈശോ പിതാവിൻ്റെ കരുണയുടെ മുഖമാണ്. ഈ അൾത്താരയിൽ നമ്മൾ കാണുന്നത് കരുണ ജീവൻ പ്രാപിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ തുറന്ന് അൾത്താരയിൽ ഈശോയെ കാണുക. ദൈവമേ, നിന്റെ അനന്തമായ കരുണയാണ് ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളെ മുന്നോട്ട് നയിക്കുക. കാൽവരിയിൽ അങ്ങ് ചിന്തിയ രക്തത്തിൽ ഞങ്ങൾ കണ്ടത് അങ്ങയുടെ കരുണയാണ്. വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ കാണുന്നത് ഈശോയെ അങ്ങയുടെ അളവില്ലാത്ത കരുണയാണ്. ഞങ്ങൾ വചനം വായിക്കുമ്പോൾ കാണുന്നത് അങ്ങയുടെ കരുണയുടെ എഴുത്തുകളാണ്. അങ്ങയോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾ കേൾക്കുന്നത് കരുണയുടെ വാക്കുകളാണ്, സ്നേഹത്തിൻ്റെ വാക്കുകളാണ്. ഈശോ, അങ്ങയുടെ അളവില്ലാത്ത കരുണ, അധികമായ കരുണ, ലോകത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ കഴുകിയെടുക്കുന്ന കരുണ, ലോകത്തിലേക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ അങ്ങയുടെ സ്നേഹത്തിൻ്റെ അരുവി, അതിൽ ഞങ്ങളെയും കഴുകി വിശുദ്ധീകരിച്ചെടുക്കണമേ. കർത്താവേ, അങ്ങയുടെ വലിയ കൃപയിൽ ഈ നൊവേന, ഈ ആരാധനകൾ ഞങ്ങളെ സമർപ്പിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രിയപ്പെട്ട സൗരങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. കരുണയുടെ നൊവേന അതിൻ്റെ 8ാമത്തെ ദിവസത്തിലാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി തമ്പുരാന് കൊടുക്കാം. കർത്താവേ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളെല്ലാം സമർപ്പിക്കുകയാണ്. ഇവരായിരിക്കുന്ന സമയം, ഇവരായിരിക്കുന്ന സ്ഥലങ്ങൾ, ജീവിത സാഹചര്യങ്ങളെല്ലാം കർത്താവേ അങ്ങ് കാണണമേ. ഓൺലൈനിൽ ഇവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവേ, ഇവരായിരിക്കുന്ന ഇടങ്ങളെ, രാജ്യങ്ങളെ, സ്ഥലങ്ങളെ, ടൈം സോണുകളെ അനുഗ്രഹിക്കണമേ. ജീവിത പ്രതിസന്ധികളെ കർത്താവേ അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങേ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന അങ്ങയുടെ മക്കൾ, അവരുടെ മേൽ അങ്ങയുടെ അളവില്ലാത്ത കരുണ അധികമായി ചൊരിയണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ശാന്തമായിട്ട് അടയ്ക്കാം. നൊവേനയുടെ 8ാമത്തെ ദിവസം കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രത്യേകമായിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഫൗസ്റ്റീൻ അമ്മയുടെ ഡയറിയിൽ 1226 ഖണ്ഡികയിൽ ഈശോ ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്: എൻ്റെ അടുക്കലേക്ക് ശുദ്ധീകരണ സ്ഥലത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ കൊണ്ടുവരിക, എൻ്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക, അവരെ പീഡിപ്പിക്കുന്ന തീജ്വാലകളെ എൻ്റെ രക്തത്തിൻ്റെ പ്രവാഹം തണുപ്പിക്കും. ഈ ആത്മാക്കളെ ഈശോ വളരെ അധികം സ്നേഹിക്കുന്നു. ഈശോയുടെ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്ന ഇവർ, അവർക്ക് ആശ്വാസം നൽകാനുള്ള ശക്തി പ്രാർത്ഥിക്കുന്ന നമ്മളിൽ ഉണ്ടെന്ന് ഈശോ പറയാണ്. ഈശോയുടെ സഭയുടെ ഭണ്ഡാരത്തിലുള്ള എല്ലാ ദണ്ഡവിമോചനങ്ങളും സമാഹരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സമർപ്പിക്കാനും ഈശോ ആവശ്യപ്പെടുകയാണ്. ശുദ്ധീകരണ സ്ഥലത്ത് അവർ സഹിക്കുന്ന വേദനകൾ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ആത്മാവിൻ്റെ ദാനങ്ങൾ അവർക്ക് വേണ്ടി സമർപ്പിച്ച് ഈശോയുടെ നീതിയിൽ അവരുടെ കടങ്ങൾ നമ്മൾ വീട്ടുമായിരുന്നു എന്നാണ് ഈശോ പറയുക. നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി. കർത്താവേ, അങ്ങയുടെ വലിയ കരുണ അവരുടെ മേലേക്ക് ചൊരിയണമേ. കരങ്ങൾ കുപ്പിപ്പിടിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടുകൊണ്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഒത്തിരി ബോധ്യത്തോടെ ഏറ്റുചൊല്ലാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, ഏറ്റവും കരുണയുള്ള ഈശോയെ, കരുണയാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന്
കരുണയാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേക്ക് വളരെ പ്രിയപ്പെട്ടവരാണെങ്കിലും അങ്ങയുടെ നീതി പൂർത്തിയാക്കേണ്ടവരാണവർ. അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട രക്തവും ജലവും അവരെ ശുദ്ധീകരിക്കുന്ന അഗ്നിജ്വാലകളെ ശമിപ്പിക്കട്ടെ. അങ്ങനെ അങ്ങയുടെ കരുണയുടെ ശക്തി അവിടെയും പുകഴ്ത്തപ്പെടട്ടെ. നിത്യനായ പിതാവേ, ഈശോയുടെ ദയ നിറഞ്ഞ ഹൃദയത്തിൽ സ്ഥാനമുള്ള ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളുടെയും മേൽ അങ്ങയുടെ കരുണ ചൊരിയണമേ. ഈശോ സഹിച്ച കയ്പ് നിറഞ്ഞ ക്ലേശങ്ങളെയും ആത്മാവിൽ നിറഞ്ഞ എല്ലാ സഹനങ്ങളെയും പ്രതി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. നീതിവിധിക്ക് വിധേയരായിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കാരുണ്യം ചൊരിയണമേ. അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ തിരുമുറിവുകളിലൂടെ അവരെ അങ്ങ് നോക്കണമേ. അങ്ങയുടെ ദയയ്ക്കും അങ്ങയുടെ നന്മയ്ക്കും അതിരുകളില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് ത്യാഗത്തോടെ മുട്ടിന്മേലായിരിക്കാം. കർത്താവിൻ്റെ കരുണയെ വാഴ്ത്തി പാടുന്ന സമയമാണ്. കർത്താവിൻ്റെ കരുണയുടെ വിവിധ ഭാവങ്ങൾ, വിവിധ മാനങ്ങൾ നമ്മൾ വാഴ്ത്തിപ്പാടി ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. നമുക്ക് ത്യാഗത്തോടെ മുട്ടിന്മേലായിരിക്കാം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന് അൾത്താരയിൽ ഈശോയെ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ഏറ്റുചൊല്ലാം. ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പിതാവിന്റെ മടിയിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മനസ്സിലാവാനാവാത്ത മഹാരഹസ്യമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മാനുഷികമോ അമാനുഷികമായ ബുദ്ധിക്ക് അളക്കാനാവാത്ത ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എല്ലാ ജീവനും സന്തോഷവും പുറപ്പെടുന്ന ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. സ്വർഗത്തെക്കാൾ മഹനീയമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മാംസം ധരിച്ച വചനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്കായി ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മാമോദീസായിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിലുള്ള ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ജീവിതം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ മരണസമയത്ത് പ്രത്യേകമായി ഞങ്ങളെ ആശ്ലേഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. അമർത്യത നൽകി ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നരകത്തീയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. കഠിന പാപികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മാലാഖമാർക്ക് അത്ഭുതവും വിശുദ്ധർക്ക് അഗ്രാഹ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എല്ലാ ദുരിതങ്ങളും ഞങ്ങളെ സമുദ്ധരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ കരവേലകളെല്ലാം അതിശയിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളുടെ എല്ലാം
മകുടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഞങ്ങളെല്ലാവരും എല്ലാ സമയവും മുഴുകിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്ന ഹൃദയങ്ങൾക്കുള്ള മധുരാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നിരാശ നിറഞ്ഞ ആത്മാക്കളുടെ ഏക പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഭയത്തിന്റെ സമയത്ത് ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. വിശുദ്ധാത്മാക്കളുടെ ആനന്ദവും ഹർഷപാരവശ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എല്ലാ പ്രവൃത്തികൾക്കും പ്രചോദനമേകുന്ന പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നമുക്ക് രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കർത്താവേ, അങ്ങയുടെ മക്കൾ അങ്ങയുടെ കരുണയെ ആഗ്രഹിച്ച് നിൽക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾ, ഞങ്ങളുടെ സങ്കടങ്ങൾ, വേദനകളെല്ലാം കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഈശോയെ, ഈ സമയം ഓൺലൈനിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ എല്ലാ നിയോഗങ്ങളും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കരങ്ങളെ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. തമ്പുരാനെ സ്തുതിച്ച് ആരാധിക്കാനുള്ള സമയമാണ്. നമ്മുടെ സ്തുതികളോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകൾ ഉയരട്ടെ. കർത്താവേ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ അങ്ങയുടെ കരുണയെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ജോലി മേഖലയിലേക്ക്, ശുശ്രൂഷയിലേക്ക്, കുടുംബത്തിലേക്ക്, ജീവിത സാഹചര്യങ്ങൾക്കെല്ലാം അങ്ങയുടെ വലുതായ കരുണ അധികമായി ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, വിവാഹം മുടങ്ങിക്കിടക്കുന്നവർ, കർത്താവെ, ജോലി നഷ്ടപ്പെട്ടു പോയവർ, ജോലി കിട്ടാത്തവർ, മറ്റ് രാജ്യങ്ങളിലേക്ക് പഠിക്കാനും ജോലിക്കുമൊക്കെ ആയിട്ട് അന്വേഷിക്കുന്നവർ, എല്ലാ നിയോഗങ്ങളും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവ്, ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിലേക്ക് വിവിധ നിയോഗങ്ങൾ എഴുതിയും വിളിച്ച് സമർപ്പിച്ച എല്ലാ മക്കളും, ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന മക്കള്, കമന്റുകളിൽ പ്രാർത്ഥനകളെ സമർപ്പിക്കുന്നവർ, കർത്താവ്, ഇവരുടെ എല്ലാ ജീവിത നിയോഗങ്ങളിലേക്കും അങ്ങ് ഇറങ്ങി വരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പേര് ചൊല്ലി വിളിക്കുന്ന അങ്ങയുടെ കരുണ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്കും, ഈ ആലയത്തിലുള്ള മക്കളിലേക്കും അവരെ പേര് ചൊല്ലി വിളിച്ച് അങ്ങയുടെ കരുണ അവരുടെ മേലേക്ക് ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന് ശക്തമായിട്ട് ഈശോ എന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഈശോ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ എല്ലാ പ്രാർത്ഥനകളും ഏറ്റെടുക്കണമേ, എല്ലാ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ, സങ്കടങ്ങളെ, കണ്ണുനീരുകളെ, വേദനകളെ ഏറ്റെടുക്കണമേ. കർത്താവെ, ആരോരുമില്ലാതെ സങ്കടപ്പെടുന്ന, ഒറ്റപ്പെട്ടു പോയ എല്ലാ മക്കളെയും കർത്താവ് ഈ സമയം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ ദിവസത്തെ ഈ ശുശ്രൂഷയില്, ഈ ദിവസത്തെ നൊവേനകളിൽ, ആരാധനകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും അവരുടെ പ്രിയപ്പെട്ടവരെയും അങ്ങ് ഏറ്റെടുക്കണേ, അനുഗ്രഹിക്കണമേ. അളവില്ലാത്ത അധികമായ കരുണ ഈ മക്കളിലേക്ക് ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തമായിട്ട് സ്തുതിക്കണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടുകൊണ്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും തമ്പുരാന് കൊടുക്കാം. ഈശോയെ, അങ്ങയുടെ കരുണ അളവില്ലാതെ അധികമായി ഞങ്ങളിലേക്ക് ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി തമ്പുരാനെ നോക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് വലതുകരം ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് തമ്പുരാൻ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതിനോടൊപ്പം, ഈശോയെ, അങ്ങയുടെ കരുണയെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബം ആശ്രയിക്കുകയാണ്. അങ്ങയുടെ കരുണ ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക്, നിയോഗങ്ങളിലേക്ക്, ഞങ്ങളുടെ ആത്മീയവും ഭൗതികമായ എല്ലാ സ്വപ്നങ്ങളിലേക്ക് നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്ന് ഒരിക്കൽ കൂടി ശക്തമായിട്ട് സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ ആരാധന. ദൈവമേ ആരാധന, 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 ആരാധന. അളവില്ലാതെ, 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 അളവില്ലാതെ എന്നിൽ നിറയണമേ. അളവില്ലാതെ, 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 അളവില്ലാതെ എന്നിൽ നിറയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിച്ച പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.